ഹലോ, ഇന്നൊരു മാംഗോ പിക്കിളിൻ്റെ റെസിപ്പി കേട്ടോ. അപ്പോൾ മാങ്ങാക്കാലൊക്കെ ഇനി വരുന്നത്. അപ്പോൾ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മാംഗോ പിക്കിളിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അത് ആദ്യം നെട്ടിയൊക്കെ മുറിച്ച് നല്ലോണം കേക്ക് വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ ഈ മാങ്ങ വീട്ടിൽ തന്നെ ഉണ്ടായ മാങ്ങയാണ് കേട്ടോ. ഒരു കടായി എടുത്ത് അടുപ്പത്ത് വെക്കേണ്ട ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ നല്ലെണ്ണ എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അച്ചാറിന് ഏറ്റവും ബെറ്റർ നല്ലെണ്ണ എന്നാണ് പറയാറ്, പക്ഷെ ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണ കേട്ടോ യൂസ് ചെയ്യണത് ഇവിടെ. എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് ലേശം കടുകോ പിന്നെ ലേശം ഉലുവയും ഇട്ടാണ്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. അതിനുശേഷം അതിലേക്ക് ലേശം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചെറുതാക്കി അരിഞ്ഞാണ് ചേർത്ത് കൊടുക്കുക. പിന്നെ ലേശം പച്ചമുളകും കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുക്കുക. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായതിനു ശേഷം നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച മാങ്ങ അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് വാടി ഉടയരുത് കേട്ടോ, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. ജസ്റ്റ് ഒന്ന് വാടിയ ശേഷം അതിലേക്ക് കുറച്ച് അച്ചാർ പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതാ കളറിന് വേണ്ടി ലേശം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അത് എത്ര പണിയുള്ളൂ കേട്ടോ, നമ്മൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ ചൂടായതിനു ശേഷം അതിലേക്ക് ലേശം സുറുക്ക ഒഴിക്കുക. ഇത് എയർടൈറ്റ് ആയ കണ്ടെയ്നർക്ക് മാറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ എള്ളെണ്ണ ആണെങ്കിൽ കുറേ കാലം അച്ചാർ കേട് വരാതെ നിൽക്കും എന്നാണ് പറയാറ്. വെളിച്ചെണ്ണ ആകുമ്പോൾ കുറേ കാലം നിൽക്കണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ.